ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സേമിയ കൊണ്ടൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെല്ലാവരും സേമിയ വെച്ചിട്ട് ഉപ്പുമാവും അതുപോലെ പായസമൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. സേമിയ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ 2 കവർ സേമിയ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള സേമിയ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സേമിയൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടൊരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 2 പാക്കറ്റ് സേമിയ ആണ് എടുത്തിട്ടുള്ളത്. അത് നല്ല വറുത്ത സേമിയയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്തിട്ട് മേടിച്ചിട്ടുള്ള സേമിയാണ്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത സേമിയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സേമിയ എടുക്കുന്ന സമയത്ത് കട്ടിയുള്ള സേമിയല്ല, ചെറിയ കനം കുറഞ്ഞിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, ആ രീതിക്കുള്ള സേമിയ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു സേമിയ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊന്നല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്, നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സേമിയ നല്ല രീതിക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രമേ ഇതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഇത് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നെങ്കിൽ പൊട്ട് ഒരുമാതിരി കുഴഞ്ഞ പരുവത്തിലായി പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 മിനിറ്റിൽ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിന്നൊരു മൂടി വെച്ചിട്ട് മൂടി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏലക്കാപ്പൊടിയും പഞ്ചസാരയും വേണമെന്നില്ല, നിർബന്ധമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പുട്ടിന് കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് പിള്ളേരാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും കഴിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സേമിയ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ണരിവാല എടുത്തിട്ടുണ്ട്. ആ ഒരു അരിപ്പയിലേക്കാണ് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ നേരത്തെ തന്നെ. അപ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേമിയ കുതിർക്കാൻ ഇടുന്ന സമയത്ത് തന്നെ അതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് പുട്ടുപൊടിയിൽ ചേർക്കുന്നത് പോലെ നമുക്ക് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അരിപ്പയിലേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം എല്ലാം വാർന്ന് പോയതിന് ശേഷമാണ് നമ്മൾ ഇത് പുട്ട് തയ്യാറാക്കാനായിട്ട് ഈ ഒരു സേമിയ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ദയവ് ചെയ്ത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സേമിയൊക്കെ ഞാനൊന്ന് മാറ്റി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതേപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പിരുത്തിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. നല്ല പിരുന്ന് തന്നെ വീഴുന്നുണ്ട്. അപ്പോൾ അധികം കുഴഞ്ഞു പോയിട്ട് നല്ല സോഫ്റ്റൊന്നും ആയിട്ടില്ല. അല്ലാതെ തന്നെ കണ്ടോ, ജസ്റ്റ് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സേമിയ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു
പുട്ടിൻ്റെ ചില്ലി എടുക്കാം. ഞാനിവിടെ ഒരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പഞ്ചസാരയും തേങ്ങയുടെയൊക്കെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ സേമിയ ഈ ഒരു പുട്ടുചില്ലിക്കകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ലെയറായിട്ട് തേങ്ങ കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാ പുട്ട് വേവിച്ചെടുക്കാറില്ലേ, അതേ രീതിക്ക് നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയല്ലേ ഇത്. കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ്ങിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ മുകളിലേക്കും കൂടി നമുക്ക് തേങ്ങ ഒന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നിരത്തി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കർ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുക്കറിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ഒരു പുട്ടിൻ്റെ സേമിയ കൊണ്ട് വെച്ച് കൊടുത്തു. ഇനി ഒന്ന് മൂടിക്കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് നേരം ഇതിൻ്റെ ആവി വന്ന് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള ആവിയൊക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പുട്ടുകുറ്റിയിൽ ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നല്ല രീതിക്ക് വെന്ത് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള പുട്ട് കൂടി ഇതേപോലെ നമുക്ക് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ പുട്ടെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.